അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചോക്ലേറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി പുറത്തൊന്നും പോയിട്ട് ഐസ്ക്രീം മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ഇനി അതിൻ്റെ റെസിപ്പിയിലേക്ക് എങ്ങനെയൊന്ന് കടക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. കൊക്കോ പൗഡറാണ്, 1.5 സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഡാർക്കല്ല, ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചെറു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ചെയ്ത ഈ കൊക്കോ പൗഡറിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ലേശം ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് പഞ്ചസാരൻ്റെ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം മധുരമൊന്നുമില്ല, നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. അത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്ലഫി ആയി വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടിത് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന ആ ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് ഇനി മധുരം ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചോക്കോ ചിപ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ഒരു ഐസ്ക്രീമിനകത്ത് ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കടിക്കും ചോക്കോ ചിപ്സ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു ഐസ്ക്രീമിന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്ത് ഈ ഒരു ക്രീം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഈ ചോക്കോ ചിപ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലുള്ള പേപ്പർ എന്തെങ്കിലും ഉണ്ട് ഒന്ന് കവർ ചെയ്യാം. ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈർപ്പത്തിൻ്റെ കെട്ടി നിന്നിട്ട് അതൊരു കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പേപ്പർ കൊണ്ട് പൊതിയണത്. നമുക്ക് 8 മണിക്കൂർ വെക്കണം. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് നോക്കാം.
അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള, നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കുന്നതിൽ പല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് പാലും അതുപോലെ ക്രീമൊക്കെ ഉള്ളൂ. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എന്തായാലും ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. റവ കൊണ്ടാണ് ഈ ഒരു ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റിലുള്ള അടിപൊളി ഹോം മെയ്ഡ് ഗുലാബ് ജാമാണിത്. നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് 250 ml 2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സീറ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത്രയും അളവ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഞാൻ എടുക്കുന്നതിൻ്റെ നേർപകുതിയായിട്ട് എടുത്താൽ മതി എല്ലതും. അതിലേക്ക് 250 ml തന്നെ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് അലിഞ്ഞ് തിളച്ച് വരുമ്പോൾ നമ്മളെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടണത് പോലെ ഒരു പശ പോലെ ഒട്ടും. ആ ഒരു ടൈം ആകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കാം. ഒരുപാട് ടൈം നമ്മൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒട്ടൽ വരുന്ന ടൈമിൽ മാത്രം മതി. നമ്മൾ സീറ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു പാനിൽ കുറച്ച് 200 ml റവ എടുക്കാം. ഞാൻ ചെറിയ തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് നെയ്യും പാലൊക്കെ ചേർത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെത് ചെറിയ തരിയുടെ റവ ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാത്തത്. നന്നായിട്ടുണ്ട് നെയ്യൊക്കെ ഈ ഒരു റവയുമായിട്ട് മിക്സ് ആക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ നല്ലൊരു മണം വരും ഈ റവ വറക്കുന്നതിൻ്റെ ഒരു ചൂടാവുന്നതിൻ്റെ. ആ ഒരു നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ പാലിലേക്ക് തന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ഇടുന്നത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറ്, നല്ലൊരു അട്രാക്ഷനുള്ള ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാവിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. റവ ഈ പാലിൽ കിടന്നിട്ട് കുതിർന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കണം. ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടി ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. പാലിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ പഞ്ചസാര ഇട്ട കൂട്ടത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. റവൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ റവയിലുള്ള പാലിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് റവ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് റവ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സാക്കി അതിലെ പാലിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ റവയുടെ തരി ഇല്ലാത്ത രീതിയിൽ റവ നന്നായിട്ട് വെന്ത് കിട്ടും. തരിതരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് റവ. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നല്ല അമർത്തി ഒന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റവയുടെ തരിതരിയൊന്നും ഇല്ലാതെ കിട്ടും. ആ ടൈമിൽ നമുക്ക് റവ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുക. ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അമർത്തി കുഴച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ഗുലാബ് ജാമുൻ നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും.
നമ്മൾ ഗുലാബ് ജാമിൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ആയാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോഴാണ് അതിന് നന്നായിട്ട് ബോളൊക്കെ സോഫ്റ്റായിട്ടും പൊട്ടാതിരിക്കൽ, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടാതിരിക്കൽ. ഇനി നമുക്ക് ലേശം സൺഫ്ലവർ ഓയിലോ നെയ്യോ തടവിയിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. റവ ആദ്യം കുഴച്ചെടുക്കുമ്പോൾ നല്ല ഒട്ടലുണ്ടാവും. പിന്നെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടലൊക്കെ ഉണ്ടാവില്ല, കയ്യിൽ ഒട്ടാതിരിക്കും. നന്നായിട്ട് ഉരുട്ടി ബോളാക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബോൾ, വല്ലാണ്ട് വലുതായി പോകരുത്. വലുതായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളു വേവാതായി പോകും. അതുകൊണ്ട് മീഡിയം സൈസിലുള്ള ബോൾ എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി നമുക്കെല്ലാം ഈ ഒരു മാവ് എല്ലതും ഈ ഒരു ബോൾസാക്കി എടുക്കാം. ഏകദേശം ഒരു 30-35 ബോളോളം എനിക്ക് കിട്ടിയായിരുന്നു ഈ ഒരു മാവിന്. നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നമുക്ക് ഈ ഒരു ഗുലാബ് ജാമിൻ്റെ ബോൾസൊക്കെ നന്നായിട്ട് ടൈം എടുത്തിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് മുരിയും, ഉള്ളിൽ വേവാതെയും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം എടുത്തിട്ട് പയ്യെ കുറേശ്ശെ ഇളക്കി വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഇളക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. കുറേശ്ശെ ബോളിട്ട് ഇളക്കി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറുള്ള ബോൾസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ ഈ ഒരു പഞ്ചസാര ലൈനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ലൈന് നന്ന ചൂടാറരുത്, ചെറു ചൂടും ഉണ്ടാവണം പഞ്ചസാര ലൈനിക്ക്. ഇട്ട് കൊടുത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ അത് സീറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ, ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ട്. ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള അടിപൊളിയായിട്ട് ഗുലാബ് ജാമാണ്. നമ്മൾ ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നമ്മൾ പിള്ളേർക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കേസരി ഉണ്ടാക്കാം. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റവ കേസരി. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഐറ്റമാണ്. നമുക്കതിലേക്ക് കിടക്കാം. 45 ml നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പോ ബദാമോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് അതൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് വറുത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. 200 ഗ്രാം റവ, 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കണം. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വറുക്കാത്ത റവയാണ്, പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം വേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കതൊന്ന് ഇങ്ങനെ കുറച്ചൊരു കളറ് വ്യത്യാസമാക്കാൻ, ഒരു ഗോൾഡൻ കളർ ആയി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഗോൾഡൻ കളറായി കിട്ടും. ഈ വറുത്ത റവ എടുക്കുന്നവർക്ക് മാക്സിമം വറുത്ത റവ എടുക്കുക, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് നന്നായിട്ടിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്, ഗോൾഡൻ കളറ്. നമുക്കിതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ആ പാനിലേക്ക് തന്നെ പാലെടുത്തിട്ടുണ്ട്. 2.25 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 550 ml പാലെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 തുള്ളി കളറ് ചേർത്തിട്ടുണ്ട്, ഫുഡ് കളറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു ഓപ്ഷനിലാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പാല്. ആ പാലിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കളറ് വേണമെന്ന് നിർബന്ധമില്ല. റവ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഒന്നാകെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് റവ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്താലും മതി.
കളറ് വേണമെന്നില്ല. കളറിന് കുങ്കുമപ്പൂ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പാല് കലക്കിയിട്ട് അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് 2 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേസരിക്ക് ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക, അതുകൊണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത് പാലിലേക്ക് മൊത്തം ഇട്ടപ്പോൾ തന്നെ ഒന്നാകെ അത് വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഒരു കേസരി. നല്ലോണം അതിൽ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പഞ്ചസാര, മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ടൈം ഇളക്കുമ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് വെള്ളമായിട്ട് വരും. ഇതുപോലെ പഞ്ചസാര അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മൾ 200 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. പാകത്തെ മധുരമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നതാണ്. നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 45 ml നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വറുത്ത മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ഇടാം. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ കേസരിയൊക്കെ ഇത് നല്ലോണം വറ്റി വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിളമ്പാനുള്ള പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇത് ഞാനൊന്ന് സെറ്റാക്കാൻ വെക്കാനുണ്ടായത് കൊണ്ട് തന്നെ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടെ നമ്മൾ സെറ്റാക്കാൻ നോക്കിയാൽ സെറ്റായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഷേപ്പായി ഒന്നും കിട്ടില്ല. നമുക്ക് ചൂടോടെ തന്നെ ഷേപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. നാടൻ കേസരിയാണ്, അടിപൊളിയാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പാലും റവയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി വെക്കാം. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.